ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങും. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രൈവറ്റായി റീഡിങ് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. പക്ഷേ ഈ പേഴ്സണൽ റീഡിങ്ങിൽ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. റീഡിങ്ങിൽ എന്താണ് മെസ്സേജിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ എന്താണ് ഡിസംബറുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഡിസംബർ മാസത്തിന്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ്? പാസ്റ്റിലാണ് ഹെർമിറ്റ്. കറണ്ട് എനർജിയിൽ എന്താണ് മെസ്സേജ്? കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവേഴ്സ്. ഫ്യൂച്ചറിൽ എന്താണ് മെസ്സേജ്? ഫ്യൂച്ചറിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ ആണ് 3 ഓഫ് സോർഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് പെന്റിക്കിൾസ്. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ എന്താണ് ഡിസംബറിൽ? 10 ഓഫ് സോർഡ്സ് ആണ് സർപ്രൈസ് ഫാക്ടർ. ഔട്ട്കം നിങ്ങളുടെ ഡിസംബർ മാസത്തിന്റെ ഈ കാർഡാണ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ സ്കോർപിയോ 2 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. എന്തോ ഒരു ഡിസിഷൻ എടുക്കാത്ത പോലെ ഒരു എനർജി. നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഓറെൽസ് എന്തോ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ആവുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ശരിയായി പറഞ്ഞ ഒരു ബാലൻസ് ഇല്ല. നിങ്ങളുടെ വർക്ക് ലൈഫ് കുറെ കൂടി പോയിട്ടുണ്ട്. കുറെ സമയം വർക്കിൽ പോകുന്നുണ്ട്, കരിയറിൽ പോകുന്നുണ്ട്. ഇല്ലച്ചാൽ കുറെ സമയം റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് വർക്കിൽ ഫോക്കസ് ഇല്ല. അങ്ങനെയും ആവാം. അതല്ലച്ചാൽ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്യുമ്പോഴും 2 ഓഫ് പെന്റിക്കിൾസ് വരും. ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ബേസിക്കലി. ചില സമയത്ത് ഇത് ചോയ്സസിന്റെ എനർജിയും ആവാം. അപ്പോൾ ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ 2 ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? മൂൺ. അപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണു. ഓക്കെ, എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത്. അത് മുമ്പോട്ടും പോണില്ല, നിങ്ങൾക്ക് ഇതിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത് അറിയണില്ല. അപ്പോൾ ഇമോഷണലി എനർജറ്റിക്കലി നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണു. അതുകൊണ്ടാണ് ഈ ഇംബാലൻസ് ഫീൽ ചെയ്യണത് നിങ്ങൾ. എന്നുവെച്ചാൽ ഇമോഷണലി നിങ്ങളുടെ മനസ്സിൽ സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, നിങ്ങൾ കുറെ ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് കുറെ ഹാപ്പിയാണ്, ചില സമയത്ത് അത്ര ഹാപ്പി അല്ല. അപ്പോൾ അങ്ങനെ കുറെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇതിന്റെ എന്താ കാരണം എന്ന് നമ്മൾക്ക് ഇപ്പൊ നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഹെർമിറ്റ് ആണ് ഞാൻ കാണുന്നത്. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. പക്ഷെ ഇതൊരു സെപ്പറേഷന്റെ എനർജിയാണ്, ഒരു ഐസൊലേഷന്റെ എനർജിയാണ്. നിങ്ങൾ ഏതോ ഒരു പേഴ്സന്റെ അടുത്തുനിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കാം, ഫാമിലിയുടെ അടുത്തുനിന്ന് സെപ്പറേഷൻ ആയിരിക്കാം. അതല്ലച്ചാ ഒരു ജനറലി ഒരു ഐസൊലേറ്റഡ് എനർജി, അത്ര സോഷ്യലൈസ് ചെയ്യാത്ത പേഴ്സന്റെ എനർജിയാണ് ഹെർമിറ്റ്. എന്തോ പാസ്റ്റിൽ കുറെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ മുകളിൽ. മേ ബി നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിരുന്നു, നിങ്ങൾ ഡീൽ ചെയ്യണ ആൾക്കാർ അവർ നെഗറ്റീവ് ആയിരുന്നു. എന്താച്ചാലും ഇത് നിങ്ങൾ വാക്ക് അവേ ചെയ്തു. എന്നുവെച്ചാൽ ഇത് കുറെ ഒരു ടോക്സിക് നെഗറ്റീവ് അൺഹെൽതി സിറ്റുവേഷൻ ആയിരുന്നു. മേ ബി ഇത് വർക്കിലും ആയിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം ഇവിടെ കാരണം ഈ നെഗറ്റിവിറ്റിയുടെ. എന്നുവെച്ചാൽ അവിടെ കുറെ ഒരു അൺഹെൽതി വർക്ക് കൾച്ചർ, അതുകൊണ്ടും നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷന് വാക്ക് അവേ ചെയ്തു. അതല്ലച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, അവിടെയും ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ കറന്റ് ഡിസംബർ എനർജിയിലെ ലവേഴ്സ് ആണ്. ഇത് സോൾമേറ്റ് കണക്ഷൻ ആണ്, ജെമിനായി എനർജിയാണ് ഇത്. എന്താണ് ഇവിടെ ലവേഴ്സ് കാണുന്നത്? 9 ഓഫ് സോർഡ്സ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കുറെ ആങ്സൈറ്റി ഉണ്ട്, എന്തോ കാര്യം നിങ്ങൾ
ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കുറിച്ച്, ഓറൽസ് ഈ സിറ്റുവേഷനിൽ എന്തോ നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഇവിടെ കുറെ ആങ്സൈറ്റി ഉണ്ട്, ഈ റിലേഷൻഷിപ്പിൽ സ്ട്രെസ് ഉണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇത് വെർഗോ എനർജിയാണ്. ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്താണ്? നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആൻഡ് ഡെവിൽ, കാപ്രിക്കോൺ എനർജി, ഡെവിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ് കാണുന്നത് സ്കോർപ്പിയോ. എന്നുവെച്ചാൽ നിങ്ങളും ഏതോ ഒരു പേഴ്സന്റെ അടുക്കെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, ഓറൽസ് നിങ്ങളും ഒരു പേഴ്സന്റെ അടുക്കെ എന്തോ ഒരു ഫൈറ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതുകൊണ്ട് ഇവിടെ നിങ്ങൾ സിംഗിൾ റിലേഷൻഷിപ്പ്, പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് ഒരു സിംഗിൾ എനർജിയിലേക്കാണ് പോണത്. ഈ റിലേഷൻഷിപ്പിൽ എന്തോ കുറെ ടോക്സിക് എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വേർബലി കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിണ്ടാവും, ഓർ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓറൽസ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഈ സിറ്റുവേഷൻ, നിങ്ങൾ ഇല്ല സിറ്റുവേഷൻ തന്നെ കുറെ ടോക്സിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അതിന് പുറത്തു വരാണ് ചെയ്യണത്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 3 ഓഫ് സോഡ്സ് ആണ്. ഹാർട്ട് ബ്രേക്കിന്റെ എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചാലഞ്ച് ഈ മാസം ഈ ഡിസപ്പോയിൻമെന്റ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി കുറെ ഡിസപ്പോയിന്റഡ് ആണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നന്റ് ആയി ഫീലിംഗ് ആണ് മനസ്സിൽ. എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ എന്ന് മനസ്സിലാവണില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ പക്ഷെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, പക്ഷെ ഇവിടെ കുറെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യണോ നിങ്ങൾ. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള പ്രോബ്ലം ആവുന്നുണ്ട്, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പ്രോബ്ലം ആവുന്നുണ്ട്. 4 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ റെഡിയായി ഫീൽ ചെയ്യണില്ല വെച്ചാൽ അതിൽ കുഴപ്പമില്ല, നിങ്ങൾ സമയം എടുക്കുക. ഈ സമയത്ത് എന്താ വെച്ചാൽ കുറെ വേറെ ഓഫേഴ്സും വരുന്നുണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കണില്ല. പക്ഷെ മേ ബി നിങ്ങൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ ഈ പുതിയ ഓഫേഴ്സിൽ ഏതോ ഒരു ഓഫർ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ബ്ലോക്കാണ് ചെയ്യണത്. അപ്പോൾ ആക്ച്വലി യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഉടനെ ഡിസിഷൻ എടുക്കണം എന്നില്ല, പക്ഷെ ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഓഫർ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓറൽസ് ഓൾറെഡി വന്നിരിക്കണു, പക്ഷെ നിങ്ങൾ അതിന് അറ്റൻഷൻ കൊടുക്കണില്ല, വേണ്ട മാതിരി അറ്റൻഷൻ കൊടുക്കണില്ല, ഇല്ല വെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യണു. ഇത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എന്തോ ഒരു ബ്ലെസ്സിങ് ബ്ലോക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് സെൽഫ് സാബോട്ടാജിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സ്, നിങ്ങൾക്ക് അറിയാം ഇതൊരു നല്ല ഓഫറാണെന്ന്, അത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണു. ആൻഡ് ഇതൊരു സെൽഫ് സാബോട്ടാജ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓഫർ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണ ഓഫറാണ്. ഇത് കരിയറിന്റെ ഓഫറും ആവാം, റിലേഷൻഷിപ്പിന്റെ ഓഫർ തന്നെ ആവണം എന്നില്ല, പക്ഷെ ഈ ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഓഫറാണ്. ഓക്കെ, 10 ഓഫ് സോഡ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ബിട്രിയൽ ഉണ്ട് ഈ മാസം, ഒരു എൻഡിങ്ങിന്റെ എനർജി. 10 ഓഫ് സോഡ്സ് ഇവിടെ സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് 6 ഓഫ് കപ്സും ഉണ്ട്. ഇതൊരു അറിയണ പേഴ്സന്റെ കൂടെയാണ് ഇങ്ങനത്തെ ഒരു ബിട്രിയൽ ഉണ്ടാവണേ. പക്ഷെ ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകണ്ട നിങ്ങളുടെ ലൈഫിൽ, ഓറൽസ് ഈ പേഴ്സൺ ഒരു അപ്പോളജി അയക്കാൻ പോകണ്ട നിങ്ങൾക്ക് എന്തായാലും. പക്ഷെ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആണ് നിങ്ങളുടെ ഔട്ട്കം. നിങ്ങളുടെ ഔട്ട്കം ആണ് ടവർ. ടവർ സ്കോർപ്പിയോ എനർജിയാണ്. ഈ മാസം കുറച്ചൊരു ചാലഞ്ചിങ് സമയമാണ് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ എന്തോ ഒരു പഴയ ഒരു ലൈഫ് നിങ്ങളുടെ എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ലൈഫിലേക്കാണ് പോണത്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ആ ചേഞ്ച് കുറച്ചൊരു ഡിഫിക്കൾട്ട് ചേഞ്ച് ആണ്. എന്നുവെച്ചാൽ ഏതും ചേഞ്ച് വരുമ്പോഴും എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ അതിന് ഹീൽ ചെയ്യും. ഇവിടെ ഒരു ബാലൻസ് വരേണ്ട നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റേബിൾ സ്റ്റാർട്ട്. ഓക്കെ, മേ ബി ഇതൊരു ജോലി ആയിരിക്കാം, ആൻഡ് ഓറൽസ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇത് ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഒരു ഓഫർ വന്നാലും അതിനെ ഇഗ്നോർ ചെയ്യരുത്. എന്നുവെച്ചാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് അറിയില്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ പോണേന്ന്.
പക്ഷെ അത് വെർത്താണ്. അത് അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് കൊടുത്ത് നോക്കുക. അപ്പോ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് കാർഡ്സ് ഇവിടെ എന്താണ് പറയണത്? നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് കാർഡ്സ് ഇവിടെ പിങ്ക് കളർ സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കമ്പാഷൻ, സെൽഫ് കെയർ, സിംപ്ലിഫിക്കേഷൻ, ബ്യൂട്ടി. യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ സെൽഫ് കെയർ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെറ്ററായി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. ഞാനിവിടെ സൈൻസ് കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, സ്കോർപ്പിയോ ഒബ്വിയസ്ലി ഉണ്ട്, ടോറസ്, വെർഗോ ഉണ്ട്, ആൻഡ് അക്വേറിയസ്, ലീബ്ര, ജെമിനൈ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഓക്കെ, ഇതാണ് മെയിൻ സൈൻസ്. ഓൾമോസ്റ്റ് എല്ലാം സൈൻസ് ഇവിടെ കാണാണ്ട്, പക്ഷേ സൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ സാജിറ്റേറിയസും ഉണ്ട്. അപ്പോൾ സയൻസിൽ അത്ര ഫോക്കസ് ചെയ്യരുത്. ഈ റീഡിങ്ങിന്റെ മെസ്സേജ് റെസൊനേറ്റ് ആയിട്ട് ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ ജോയിൻ ചെയ്യാം, മെമ്പർ ആവാം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് പറയുക ഇതെങ്ങനെയാണ് റെസൊനേറ്റ് ആയെന്ന്. ഒന്നുമില്ല ഒരു ഇമോജി വിട്ടാൽ മതി, എനിക്ക് മനസ്സിലാവും അത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.